നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഡോക്ടർ വസുന്ധര. ശരീരത്തിൽ നമ്മളറിയാതെ നമ്മളെ സഹായിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള ജീവികളാണ് ബാക്ടീരിയകൾ എന്ന് നമ്മൾ പറയും. വൻകുടലിലാണ് മെയിനായിട്ട് ഇവരുടെ വാസം. അത് ബാക്ടീരിയകളുടെ പ്രസൻസിലാണ് നമ്മളുടെ ചിന്ത നല്ല ക്ലാരിറ്റിയോടെ നമുക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ നമ്മൾ വളരെ ഒരു കാംനെസ് അല്ലെങ്കിൽ സന്തോഷം നമുക്ക് അനുഭവപ്പെടാനും പറ്റുന്നത്. കണ്ണിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത ഈ ബാക്ടീരിയകൾ നമ്മൾ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളുടെ ഭക്ഷണത്തിൽ കൂടിയാണ്. നമ്മളെല്ലാവരും രാവിലെ എണീക്കുമ്പോൾ ദോശ, ഇഡ്ഡലി, സാമ്പാർ, അവിയൽ, അങ്ങനെ ചോറ് എല്ലാം കഴിക്കാറുണ്ട്. ഇപ്പോൾ കുറേ പേര് ഡയറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും ഈ പറയുന്ന ബാക്ടീരിയകൾക്കുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത് നിങ്ങൾ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ ഇത് കഴിച്ചു തുടങ്ങുക. രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തലേ ദിവസമേ കുതിർത്ത ഉലുവ, ജീരകം, ഈ രണ്ട് സാധനം എന്തായാലും നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ തലേ ദിവസമേ ഉലുവയോ അല്ലെങ്കിൽ ജീരകമോ കുറച്ചിട്ടാൽ മതി. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. രാവിലെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് വെറും വയറ്റിൽ കുടിക്കുക. ഇനി പ്രഭാതത്തിന് എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സീസണലായിട്ടുള്ള ഒരു ഫ്രൂട്ട് കഴിക്കുക. ഉച്ചയ്ക്കോ പച്ചക്കറികൾ കഴിക്കുക. ഒന്നെങ്കിൽ സാലഡ് കുക്കുംബർ ആകാം, നോർമൽ കുക്കുംബർ ആകാം, വെള്ളരി ആകാം, ബീട്രൂട്ട് ആകാം, ക്യാരറ്റ് ആകാം, ക്യാബേജ് ആകാം. എന്താണോ നിങ്ങൾക്ക് പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടം അത് കഴിക്കുക. ഒരു പിടി മതി, അതിൽ കൂടുതൽ വേണ്ട. വൈകുന്നേരം മുളപ്പിച്ച പയറോ നവധാന്യങ്ങളോ കഴിക്കുക. ഈ ഭക്ഷണത്തോടുകൂടി എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഗുണം? നമ്മൾ എപ്പോഴും വളരെ ഫ്രഷായിരിക്കും, വളരെ കാമായിരിക്കും, സന്തോഷമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമ്മളുടെ ബ്രെയിനിനെ, തലച്ചോറിനെ ചിന്തിപ്പിക്കാൻ അവർക്ക് സഹായിക്കും. നന്ദി, നമസ്കാരം.